അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കും ഇവിടെ സുഖമാണ്, അൽഹംദുലില്ലാ. പിന്നെ ഇപ്പം എല്ലായിടത്തും അത്യാവശ്യം നല്ല പോലെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. ഇന്നലെ ഉച്ച മുതൽ തുടങ്ങിയതാണ് കേട്ടോ മഴ. നല്ല പോലെ മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ മുറ്റത്തുള്ള ചമ്മലൊന്നും അടിച്ചുകൂട്ടി വാരാനൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. രാവിലെ ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പം രാവിലെ നല്ല പോലെ മഴ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് നേരം മഴ ഇങ്ങനെ ചെറുതായിട്ട് പാറ്റുന്നുള്ളൂ കേട്ടോ. നേരത്തെയൊക്കെ നല്ല പോലെ നല്ല ശക്തിയായിട്ട് തന്നെ മഴ ഉണ്ടായിരുന്നേ. ഇപ്പോൾ ഇതാ ഞാൻ പീനട്ട് ബട്ടർമേൽ നിറച്ചും കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കുറേയൊക്കെ പായ്ത്തത് കിളികൾ തിന്നു പോയിട്ടുണ്ട്. പിന്നെ അല്ലാത്തതൊക്കെ ഒന്ന് അത്യാവശ്യം ഇതേപോലെ ഒന്ന് പൈക്കാനായിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ പറിച്ച് വെച്ചിട്ട് പൈത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ജ്യൂസ് അടിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ജ്യൂസ് അടിച്ചാൽ പിന്നെ ആ ടൈമിൽ തന്നെ കഴിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് പറിച്ച് വെച്ചു കേട്ടോ. അപ്പോഴാണ് തോട്ടിലേക്ക് നോക്കിയപ്പം നല്ല പോലെ വെള്ളം ഉണ്ട് കേട്ടോ. പാടത്തേക്ക് വെള്ളം കയറാനായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചുറ്റോടും എന്തൊക്കെയൊക്കെ ഓലമട്ടലായിട്ടും ഒക്കെ വീണിട്ടുണ്ട്. അതിലിതാ മുരിങ്ങൻ്റെ കൊമ്പ് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതും കൂടി ഒന്ന് ഉടച്ചെടുക്കട്ടെ വിചാരിച്ചു കേട്ടോ. എന്നാൽ പിന്നെ ഇന്ന് എന്തെങ്കിലും കറി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചേ. നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് മുരിങ്ങൻ്റെ കൊമ്പ് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നത്. കൂട്ടിയെടുത്തിട്ടൊന്നും കൊമ്പ് ഇങ്ങോട്ട് കിട്ടുന്നില്ല കേട്ടോ. അത് ഒന്ന് ഒടിഞ്ഞ് നിൽക്കുന്നേ ഉള്ളൂ. പക്ഷേ എന്താ പറയുക, എനിക്കിങ്ങോട്ട് പറിച്ചിട്ട് കിട്ടില്ലായിരുന്നു. ലാസ്റ്റ് ഞാൻ മരത്തുമ്മ കയറിങ്ങാണ്ട് അങ്ങോട്ട് പറിച്ചു കേട്ടോ. അങ്ങനെ ഇതാ കുറച്ച് തോനെ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ഇളയ ഇലയാണ് കേട്ടോ. അതിൻ്റെ അടിയിലുള്ള രണ്ടെണ്ണേ ഉള്ളൂ ഒന്ന് ചെറുതായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഇളയ ഇല ആയതുകൊണ്ട് തന്നെ നല്ല മയം കൊണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വേഗം ഇതൊന്ന് ഊരിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു പരിപ്പും മുരിങ്ങയിട്ട കറി നല്ല ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ അത് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ മുരിങ്ങൻ്റെ ഇല ഊരിയെടുക്കുന്നുണ്ട്. കുറച്ച് മുരിങ്ങൻ്റെ ഇല ഞാൻ അപ്പുറത്തേക്കും കൊടുത്തു കേട്ടോ. ബാക്കി ഞാനും എടുത്തു. ഇളയ ഇല ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈരിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഈസി ആയിട്ട് തന്നെ ഈരിയെടുക്കാം കേട്ടോ. മാത്രം എടുത്തിട്ട് ബാക്കി ഞാൻ ഇന്ന് പരിപ്പ് മുരിങ്ങയിട്ടിട്ട് വെക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു കേട്ടോ. ബാക്കിയുള്ളത് ഇതുപോലത്തെ കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഉപ്പേരിയായിട്ടും അല്ലെങ്കിൽ കറിയായിട്ടും ഒക്കെ എടുക്കുക കേട്ടോ. അങ്ങനെ ഞാൻ ഈ ഒരു കണ്ടെയ്നറിൽ നിറച്ചും ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതൊന്ന് അടിച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ. എൻ്റെ ജോലികളൊക്കെ നേരത്തെ കഴിയാൻ അല്ലെങ്കിൽ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് കേട്ടോ ഇത്. ഇതേപോലെ കണ്ടെയ്നറിലാക്കിയിട്ട് തോനെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് ഇനി പോട്ടെ നമ്മളെ കയ്യിൽ കുറച്ചാണെങ്കിൽ കൂടി അത് ഇതുപോലത്തെ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതേപോലത്തെ കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ഉച്ചയ്ക്കുള്ള ചോറിനുള്ള വെള്ളം കൂടി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതാ കുറച്ച് വിറകൊക്കെ നനഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ മഴ കൊണ്ടിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ചോറൊക്കെ ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം ആ അടുപ്പത്ത് നന്നായിട്ട് ഒന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ ഉപ്പേരി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അതൊന്ന് ചട്ടിയിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ ചട്ടി ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ. അതേപോലെ രാവിലത്തെ നമ്മുടെ ഗ്രീൻ പീസിൻ്റെ കറി ഉണ്ടായിരുന്നേ, അതും കൂടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള പാത്രത്തിൽ തന്നെ വെക്കാതെ ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള വലിയ പാത്രം നമ്മൾ കഴുകാൻ വേണ്ടിയിട്ട് വെക്കുക. അതിൻ്റെ ഇടയിൽ അരിൻ്റെ വെള്ളം നന്നായിട്ട് കാഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് 2-3 പ്രാവശ്യം പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് പിന്നെ ചുടുവെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പോലെ തന്നെ ഒന്ന് കഴുകിയതിന് ശേഷമാണ് ഇതിലേക്ക് ഇടുന്നത് കേട്ടോ. അരി കഴുകുന്ന സമയത്ത് ചുടുവെള്ളം ആദ്യം ഒഴിച്ചാലും ലാസ്റ്റ് ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ ആദ്യം ഒഴിക്കാറുണ്ട്, അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് ഒഴിക്കും കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ലാസ്റ്റ് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അരി വെള്ളത്തിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് പിന്നെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കും കേട്ടോ. പിന്നെ ഇത് പെട്ടെന്ന് വേവുന്ന അരിയാണോ അല്ലെങ്കിൽ ഇത് കുറച്ച് നേരം വൈകുമെന്ന് അറിയില്ല കേട്ടോ. ആദ്യമായിട്ട് ഇടുകയാണേ. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് ചോറൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുകയാണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ ഒരു തിണ്ടുമ്മൽ നല്ല പോലെ പൊടിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ അതും കൂടി ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇതേപോലെ ഒരു 2-3 പ്രാവശ്യം ഒന്ന് തുടച്ചെടുക്കും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ തന്നെ അടുപ്പ് നല്ല ക്ലീൻ ആവേ. ഇനിയിപ്പം നമ്മൾ ചോറൂറ്റലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതിന് മുകളിൽ വിറക് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കുമല്ലോ. പണ്ട് കാലത്ത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം.
അതിൻ്റെ ഇടയിൽ ചോറ് വെന്തതിന് ശേഷം ഇതാ ഞാനൊന്ന് ചോറ് ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു നായി മാത്രം ഇട്ടിട്ടാണ് കേട്ടോ ഇപ്പം വെച്ചിട്ടുള്ളത്. ഇതന്നെ ഉണ്ടാവും കേട്ടോ നമുക്ക് കഴിക്കാനുള്ളത്. അങ്ങനെ ഇതാ ചോറ് ഊറ്റലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ നമ്മൾ വിറക് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുപ്പിൽ നല്ല പോലെ കണലുണ്ടല്ലോ, ആ കണലിൽ കിടന്നിട്ട് നമ്മൾ ഈ ഒരു വിറകൊക്കെ ഒന്ന് മഴ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നാളത്തേക്ക് നമ്മൾ കത്തിക്കാനാവുമ്പോഴേക്കും നല്ല പോലെ തന്നെ ഉണങ്ങിക്കിട്ടും കേട്ടോ. പിന്നെ കത്തിക്കാനും നല്ല ഈസി ആയിരിക്കും. എല്ലാം ഞാൻ അടുപ്പിൻ്റെ മുകളിൽ കണലിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് പിന്നെ ദാ നമ്മൾ ക്ലീനിങ്ങിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അടുപ്പിൻ്റെ മീതനെയും അടുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചിടാണ് കേട്ടോ. ഒരു 2-3-4 പ്രാവശ്യമായിട്ട് തുടച്ചെടുത്താൽ തന്നെ നല്ല വൃത്തിയായിരിക്കും കേട്ടോ. പിന്നെ സിങ്ക് ഞാൻ ഇടയ്ക്ക് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ വെണ്ണൂറ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യാറുള്ളത്. അങ്ങനെ ആകുമ്പോൾ സിങ്ക് നല്ല പോലെ എന്താ പറയുക തിളങ്ങി കിട്ടും കേട്ടോ, നല്ലൊരു വൃത്തി ഉണ്ടാവേ. പിന്നെ ഈ പൈപ്പിൻ്റെ അവിടെയും പിന്നെ ആ ഒരു ടൈൽസിൻ്റെ അവിടെയൊക്കെ ഒന്ന് നന്നായിട്ട് ഉരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ മൊത്തത്തിലൊന്ന് വെള്ളം ഒഴിക്കുന്നുണ്ട്. സിങ്കിലെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടേ നമ്മൾ നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ഈ ഒരു സിങ്കിലേക്ക്. അങ്ങനെ ആകുമ്പോൾ ആ ഒരു ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഒഴിവായി കിട്ടും. പിന്നെ അത് മാത്രമല്ല കേട്ടോ, സിങ്കിൽ ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ അതും ഉപയോഗിക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ പ്ലാന്റ്സിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി പ്ലാന്റ് നന്നായിട്ട് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ പരിപ്പ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് വെന്ത് വന്നപ്പം കടുകും കറിവേപ്പിലയും കറിവേപ്പിലല്ല കേട്ടോ, കടുകും ചുവന്ന മുളകുണ്ടല്ലോ അതും കൂടി ഇട്ടിട്ടൊന്ന് വറവിട്ടെടുത്തിട്ട് പരിപ്പ് ഒഴിച്ച് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ ഈരി വെച്ചിട്ടുള്ള ആ ഒരു മുരിങ്ങൻ്റെ ഇല ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് അവിടെ നിന്ന് ഒരൊറ്റ തള വന്നാൽ തന്നെ അതൊന്ന് കുക്കായി കിട്ടെ. എന്നിട്ട് പിന്നെ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് തള വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ഗ്രീൻ പീസിൻ്റെ കറിയും പിന്നെ ഉരുളക്കിഴങ്ങും ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള ഉപ്പേരും പിന്നെ നമ്മളെ മുരിങ്ങാക്കറിയും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കൂടെ തന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ ഫോർ വാച്ചിങ്.